നമ്മുടെ നാട്ടിൽ ഈ ലോകകപ്പ് ഫുട്ബോൾ ജ്വരം ഇങ്ങനെ അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുകയാണ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കോട് കൂടിയിട്ട് അർജൻറ്റീന അരങ്ങേറിയിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ കിലിയൻ എംബാപ്പെ അതിഗംഭീരമായ ഫോമിലാണ്. ഫ്രാൻസും അതിഗംഭീരമായ തുടക്കം കുറിച്ചിട്ടുണ്ട്. മറ്റ് ടീമുകളൊന്നും മോശമായിട്ടില്ല, നല്ല ടീമുകളൊക്കെ ഗംഭീരമായ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഫുട്ബോൾ പ്രേമികളുള്ളത് വടക്കൻ ജില്ലകളിലാണ്, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട് മുതലായ ജില്ലകളിലാണ്. അവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു വിനോദമല്ല, നേരെ മറിച്ച് വലിയൊരു വികാരമാണ്. അങ്ങനെ ഉള്ളതായി ഈ സ്ഥലത്ത്. ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം പറയാൻ വെച്ചാൽ 2008 ഇപ്പോഴൊന്നുമല്ല, ഞാൻ എന്തോ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാനായിട്ട് പൊന്നാനിക്ക് പോവുകയാണ്. അപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞു, കുന്നംകുളം കഴിഞ്ഞു, പെരുമ്പിലാവ് കഴിഞ്ഞു. അതുവരെ പല സ്ഥലത്ത് ഫ്ലക്സ് ബോർഡുകളുണ്ട്. പെരുമ്പിലാവ് കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് ഒരങ്ങാടി കാണുന്നു. അവിടെ നിറയെ മഞ്ഞക്കൊടികളാണ്. ഞാൻ വിചാരിച്ചു വല്ല SNDPക്കാരുടെ വല്ല പരിപാടിയായിരിക്കും, വെള്ളാപ്പള്ളി ആവശ്യം വരുന്നുണ്ടാവും. മലപ്പുറം ജില്ലയിലൊക്കെ വെള്ളാപ്പള്ളിക്ക് ഇത്രയധികം ആരാധകരുണ്ടോ എന്ന് വിചാരിച്ചു. അടുത്ത ഒരു അങ്ങാടി പോലത്തെ സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അവിടെ കാണുന്നത് മഞ്ഞക്കൊടിയല്ല, നീലക്കൊടിയാണ്. അത് അർജൻറ്റീനയുടെ കൊടിയാണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഇത് അർജൻറ്റീന ആണെങ്കിൽ പിന്നെ മറ്റത് ബ്രസീലായിരിക്കും എന്ന് ഞാൻ ഊഹിച്ചു.